Hi children, welcome back to our online classes. We are discussing chapter 11 area and perimeter. അതിൻ്റെ കുറച്ച് എക്സസൈസ് ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. I hope all of you understand the topics and have studied all the formulas. കുറേ ഫോർമുലേസ് ഉണ്ടായിരുന്നു അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് സ്ക്വയർ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ഏരിയ ഓഫ് സർക്കിൾ, സർക്കംഫറൻസ് ഓഫ് സർക്കിൾ, അങ്ങനെ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. അതൊക്കെ ബൈ ഹാർട്ടാക്കാം. Now we are going to see exercise 11.3. Question number 11. That's just a problem. Question number 11. We can read the question. A circle of radius 2 cm is cut out from a square piece of an aluminium sheet of side 6 cm. What is the area of the leftover aluminium sheet? So it is said that there is a square piece of aluminium sheet. ഒരു square piece ഉണ്ട്, aluminium sheet ൻ്റെ ഒരു square piece ഉണ്ട്, and that side is 6 cm. And from this aluminium sheet a circle is cut. ഈ ഒരു അലുമിനിയം ഷീറ്റിൽ നിന്ന് 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇത്രയും ഭാഗം പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടാവും. സോ വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് ഏരിയ. അപ്പോൾ നമുക്ക് സ്ക്വയർ ഷീറ്റിൻ്റെ ഏരിയ കാണാൻ അറിയാം. വാട്ട് ഈസ് ഏരിയ ഓഫ് സ്ക്വയർ? ദാറ്റ് ഈസ് side into side. And we can find out the area of circle. And what is the area of circle? Formula എന്താണ്? പൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയർ ഷീറ്റിൽ നിന്ന് സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് ഓവർ ഷീറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് സർക്കിൾ. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ ഫുൾ ഏരിയ കണ്ടിട്ട് അതിൽ നിന്ന് സർക്കിളിൻ്റെ ഏരിയ മാത്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സ്ക്വയറിൽ നിന്ന് ഫുൾ ഏരിയ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ഈ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് കുറയ്ക്കുക, സബ്ട്രാക്ട് ചെയ്യുക. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് ലെഫ്റ്റ് ഓവർ ഏരിയ. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫോർമുല? ഏരിയ ഓഫ് ദ ലെഫ്റ്റ് ഓവർ ഷീറ്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് സർക്കിൾ. ഓക്കെ, ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് സർക്കിൾ. സൈഡ് സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 2 സെൻറ്റിമീറ്റർ. സോ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്ക്വയർ? സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 ഇൻറ്റു 6 മൈനസ് ഏരിയ ഓഫ് സർക്കിൾ ഈസ് പൈ ആർ സ്ക്വയർ. It has been told that to take pi as 3.14. pi 3.14 അല്ലെങ്കിൽ 22/7 ആണ് നമ്മൾ എടുക്കുക. ക്വസ്റ്റ്യനിൽ പൈ 3.14 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അറിയാം, ആർ ഇൻറ്റു ആർ. 3.14 ഇൻറ്റു 2 ഇൻറ്റു 2. Then 6 into 6 is 36 minus 3.14 into 2 into 2 is 4. 3.14 into 4, that is 36 minus 12.56. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കോളത്തിൽ കാണണം. 3.14 into 4 കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ദെൻ വി ഹാവ് ടു സബ്ട്രാക്ട് 36 മൈനസ്. അതെങ്ങനെയാണ് 36 മൈനസ് ചെയ്യാം? അപ്പോൾ സബ്ട്രാക്ടിങ് 36 എഴുതാം. പോയിൻറ്റ് വി ഹാവ് ടു പുട്ട് 00. ഇവിടെ 12.56 ആണ്. മൈനസ് 12.56. ഓക്കെ, ദെൻ 0 6 പോവില്ല. വി ഹാവ് ടു ബോറോ ആൻഡ് വി ആർ ബോറോയിങ് ഫ്രം 6. 6 ബിക്കംസ് 5. ദിസ് ഇവിടെ 10 ആയിട്ട് 10 നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 9 ആയി. ആൻഡ് ദിസ് ബിക്കംസ് 10. സോ 10 minus 6 we know that is 4. 9 minus 5 that is 4. പോയിൻ്റ് ഇവിടെ ഇറക്കി എഴുതാം. 5 minus 2 is 3. 3 minus 1 is 2. അപ്പോൾ ഇവിടെ നമ്മൾ 0 ഇട്ടത് ഓൾറെഡി അവിടെ ഏത് നമ്പറിനും പോയിൻറ്റ് 00 ഉണ്ട്. ഇവിടെ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 00 ഇട്ടത്. അപ്പോൾ 36.00 മൈനസ് 12.56 we will get the answer as 23.44. Okay, so area of the leftover sheet, that is obtained by subtracting area of square and area of circle. Area of square minus area of circle ചെയ്യുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റ് ഓവർ ഷീറ്റിൻ്റെ ഏരിയ കിട്ടുന്നത്. ആൻഡ് ദാറ്റ് ഈസ് 23.44 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓൾവേസ് റിമെമ്പർ ടു പുട്ട് ദ സൈൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇൻ ദ ആൻസർ. അപ്പോൾ സർക്കംഫറൻസ് ആണെങ്കിൽ സെൻറ്റിമീറ്ററും, പെരിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്ററും, ഏരിയ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയറും എഴുതണം. ഓക്കെ, next we are discussing question number 12. Exercise 11.3. Question number 12. The circumference of a circle is 31.4 centimeter. We have to find the area and radius of the circle. അപ്പോൾ സർക്കംഫറൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയസ് തന്നിട്ടില്ല, ഡയമീറ്റർ തന്നിട്ടില്ല, ഏരിയ തന്നിട്ടില്ല. സോ ഫ്രം ദിസ് സർക്കംഫറൻസ് വി ഹാവ് ടു ഫൈൻഡ് ദ റേഡിയസ്. സോ വാട്ട് ഈസ് ദ സർക്കംഫറൻസ് given that is 31.4 centimeter. സർക്കംഫറൻസിൻ്റെ ഫോർമുല നമുക്കറിയാം 2πr
അപ്പോൾ സർക്കംഫറൻസ് ഈക്വൽ ടു 31.4 സെൻറ്റിമീറ്റർ മീൻസ് 2 pi r is equal to 31.4. അപ്പോൾ ഇതിൽ 2 അറിയാം, പൈ 3.14, r ആണ് കിട്ടാത്തത്. സോ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് r വി ഹാവ് ടു പുട്ട് r alone. r മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യണം. ഓക്കെ, സോ r is equal to 31.4 ഡിവൈഡഡ് ബൈ, ഇവിടെ ഇൻറ്റു ആയിരുന്നു അല്ലേ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ we are transposing 2 and into 2. When it is transposed to right hand side, it becomes divided by 2. Into 3.14 right hand side like പോയപ്പോൾ into divided by 3.14. അപ്പോൾ ഫോർമുല ഇങ്ങനെയാണ് കേട്ടോ, r is equal to 31.4 divided by 2 into 3.14. Now to change the decimal sign, ഇവിടെ 2 ഡെസിമൽ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഡിവൈസർ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈസറിൽ ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ വി ക്യാൻ മൾട്ടിപ്ലൈ വിത്ത് 10, 100, 1000. ഇവിടെ 2 പോയിൻ്റ് ഉള്ള കാരണം 2 സീറോ ഉള്ള 100 വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആൻഡ് സെയിം വി ആർ ഡൂയിങ് ഇൻ ദ ന്യൂമറേറ്റർ ഓൾസോ ഇൻറ്റു 100. അപ്പോൾ എന്താവും 31.4 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 3140 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് 2 സ്ഥലം ഇങ്ങോട്ടാവും 340. ഓക്കെ, ആൻഡ് ഇത് രണ്ടും പോവും അല്ലേ, 10 ആണ്, 314 ഇൻറ്റു 10 ആണ് 3140. സോ ദിറ്റ് ബിക്കംസ് 10, ദിസ് ബിക്കംസ് 1 ആൻഡ് ദ ഇക്വേഷൻ ബിക്കംസ് 10 by 2 ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെസിമൽ മാറ്റാനുള്ള ഇൻറ്റു 100 മാത്രമേ പുതിയതായിട്ടുള്ളൂ, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ 0.14 2 പോയിൻ്റ് മാറ്റാനായിട്ട് ഇൻറ്റു 2 സീറോ ഉള്ള 100 വെച്ചിട്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, സോ വി ഹാവ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് r, റേഡിയസ് കിട്ടി. നൗ ഇറ്റ് ഈസ് ഈസി ഫോർ us ടു ഫൈൻഡ് ഏരിയ. ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു പൈ r സ്ക്വയർ. Pi is 3.14, r is 5 and r is again 5. So 5 into 5 is 25, 3.14 into 25, and by dividing multiplying we will get 7850. അപ്പോൾ പോയിൻ്റ് ഇല്ലാണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഡെസിമലിൻ്റെ കാര്യത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിൻ്റ് ഇല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസറിൽ പോയിൻ്റ് ഇടാം. ഓക്കെ, സോ ഹൗ മെനി ഡെസിമൽ പ്ലേസസ് ആർ ദർ? 1 and 2. സോ വി ക്യാൻ ഇവിടെ നിന്ന് രണ്ടാമത്തേൽ point ഇടാം, and the answer is 78.50 centimeter square. So in this question circumference is given, and from this circumference we are calculating r, radius കണ്ടുപിടിച്ചു, and by using that radius we are finding area by using the formula pi r square. Okay, next is question number 30. A circular flower bed is surrounded by a path 4 meter wide. The diameter of the flower bed is 66 meter. And what is the area of the path? So what is the question? There is a circular flower bed. Okay, ഇതാണ് circular flower bed. This is in the form of a circle. And there is a path. അതിന് ചുറ്റുമൊരു പാത്ത് ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് 4 meter വൈഡ്. അപ്പോൾ ഇത്രയും 4 meter ആണ്. അപ്പോൾ ഉള്ളിലത്തെ സർക്കിളിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 66 meter. അപ്പോൾ ഫ്ലവർ ബഡ് ഡയമീറ്റർ 66 meter, പാത്ത് ഈസ് 4 meter വൈഡ്, ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാത്ത്. അപ്പോൾ ഈ പാത്തിൻ്റെ മാത്രമാണ് ഏരിയ കാണേണ്ടത്. Okay, so in this figure you can see a bigger circle and a smaller circle. രണ്ട് സർക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. One is a bigger circle that is including the path. Path include ചെയ്ത ഫ്ലവർ ഗാർഡൻ ആണ് ബിഗ്ഗർ സർക്കിൾ ആയിട്ട് വരുന്നത്. ഈ ഫ്ലവർ ഗാർഡൻ മാത്രമുള്ളതാണ് സ്മോൾ സർക്കിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് 2 റേഡിയസ്. അപ്പോൾ 2 സർക്കിൾ ആകുമ്പോൾ 2 റേഡിയസ് ഉണ്ടായിരിക്കണം. അപ്പോൾ പാത്തിൻ്റെ മാത്രം ഏരിയ കണ്ടുപിടിക്കാൻ വി ഹാവ് ടു subtract area of bigger circle minus area of smaller circle. Okay, so radius of big circle can be written as r and radius of small circle small r ആയിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ സ്മോൾ സർക്കിൾ നമ്മുടെ ഫ്ലവർ ബെഡ് ആണ്, ദാറ്റ് ഈസ് 66 meter ആണ് ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വാട്ട് ഈസ് റേഡിയസ്? റേഡിയസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഡയമീറ്റർ. സോ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 66 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 33 meter. 33 meter ആണ് സ്മോൾ സർക്കിളിൻ്റെ ഡയമീറ്റർ, റേഡിയസ്. ഓക്കെ, അതുപോലെ തന്നെ ബിഗ് സർക്കിളിൻ്റെ റേഡിയസ് കാണണം. അതെങ്ങനെയാണ്? ബിഗ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുണ്ട്, ഇവിടം വരെയുണ്ട്.
അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഇത്രയും ഭാഗം 33 ആണ്, ഇവിടെ 4 ആണ് അല്ലേ, പാത്തിൻ്റെ വിഡ്ത്ത് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റേഡിയസ് ഓഫ് ഔട്ടർ സർക്കിൾ ഈസ് 33 + 4. അപ്പോൾ 33 + 4 ചെയ്യുമ്പോൾ 33 + 4 ചെയ്യുമ്പോൾ നമുക്ക് 37 മീറ്റർ കിട്ടും. സോ റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2, 66/2, ദാറ്റ് ഈസ് 33, ആൻഡ് റേഡിയസ് ഓഫ് ബിഗ് സർക്കിൾ ഈസ് 33 + 4 ഈസ് 37. അപ്പോൾ നമുക്ക് രണ്ട് സർക്കിളിൻ്റെ റേഡിയസ് കിട്ടി. ആൻഡ് ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാത്ത്? ഏരിയ ഓഫ് ദ പാത്ത് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ഏരിയ ഓഫ് ബിഗർ സർക്കിൾ മൈനസ് ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ. ബിഗ് സർക്കിളിൻ്റെ ഏരിയ മൈനസ് സ്മോൾ സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതിലും ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, വലുതിൻ്റെ ഏരിയ മൈനസ് ചെറുതിൻ്റെ ഏരിയ കണ്ടാൽ ഇടയിലുള്ള ഏരിയ കിട്ടും. സോ പൈ സർക്കിളിൻ്റെ ഏരിയസ് അറിയാം, പൈ ഇൻറ്റു ബിഗ് R². അപ്പോൾ ബിഗർ സർക്കിളിൻ്റെ ഏരിയ ക്യാപിറ്റൽ R ആണ് നമ്മൾ കൊടുത്തത്, പൈ R² മൈനസ് പൈ ഇൻറ്റു സ്മോൾ R². പൈ കോമൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്തു, ബ്രാക്കറ്റിൽ R² മൈനസ് R². ഓക്കെ, സോ പൈ ഇസ് 3.14 ആൻഡ് bigger circle radius is 37 and small circle radius is 33. അപ്പോൾ എങ്ങനെയാവും ഇക്വേഷൻ? 3.14 into 37 square minus 33 square. സോ ഈ 37 സ്ക്വയറും 33 സ്ക്വയറൊക്കെ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ. 33 × 33 ചെയ്യണം, 37 × 37 ചെയ്യണം. അപ്പോൾ അതിന് പകരം നമുക്കൊരു ഫോർമുല എടുക്കാം, ദാറ്റ് ഈസ് A² - B². ഇങ്ങനെ ഒരു ഫോമിൽ കിടക്കുകയാണെങ്കിൽ, അതായത് എ എന്ന് പറയുമ്പോൾ 37, ബി എന്ന് പറയുമ്പോൾ 33, ഇങ്ങനത്തെ ഫോമിൽ കിടക്കുകയാണെങ്കിൽ വി ക്യാൻ യൂസ് എ സിമ്പിൾ വേ, ദാറ്റ് ഈസ് A + B × A - B. A + B × A - B. അപ്പോൾ A² - B² ഫോമിൽ ഏത് നമ്പർ കിടന്നാലും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? A + B × A - B എന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താവും ഇക്വേഷൻ? 3.14 × 37 - 33 × 37 + 33. അപ്പോൾ ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, അതൊന്നും ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഓൾവേസ് ബ്രാക്കറ്റ് ഈസ് റിട്ടൺ ആസ് ഇൻറ്റു, അവിടെ പ്രത്യേകിച്ച് ഒരു സൈനിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. സോ 37 - 33 ദാറ്റ് ഈസ് 4 ആൻഡ് 37 + 33 ഈസ് 70. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കുറേ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേഗം തന്നെ ഉത്തരം കിട്ടി അല്ലേ. സോ 3.14 × 37 + 33 70, ഇത് 4ഉം കിട്ടി. Now 70 × 4 is 280. 70 × 4 is 280 and 3.14 × 280 ചെയ്യാം. അപ്പോൾ പോയിൻ്റ് ഇല്ലാണ്ട് 0 ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം. എന്നിട്ട് ആൻസറിൽ 0ഉം 0ഉം ഇട്ട് കൊടുക്കണം. ദ ആൻസർ ഈസ് 8792. അപ്പോൾ നമുക്ക് ആൻസർ 8792 കിട്ടുമ്പോൾ ഈ 0 ഇവിടെ ഇട്ട് കൊടുക്കാം. ആൻഡ് ഹൗ മെനി ഡെസിമൽ പ്ലേസസ്? 1, 2. 2 ഡെസിമൽ പ്ലേസ് 1, 2 കഴിഞ്ഞിട്ട് ഇവിടെയാണ് ആൻസർ. സോ വാട്ട് ഇസ് ദ ആൻസർ? 879.20 m² ഈസ് ദ ഏരിയ ഓഫ് ദാറ്റ് പാത്ത്. പുറത്തുള്ള വഴിയുടെ ഏരിയ കിട്ടാനാണ് ഈ ചെയ്തത്. ബിഗർ സർക്കിൾ മൈനസ് സ്മോളർ സർക്കിൾ മൈനസ് ചെയ്തു, റേഡിയസ് കണ്ടുപിടിച്ചു, എന്നിട്ടാണ് ഏരിയ കിട്ടിയത്. ഓക്കെ, സോ യു വാച്ച് ദിസ് വീഡിയോ again and again, write the notes in your notebook, okay, and send to me. So we are discussing 15th question. 15th question, find the circumference of the inner and outer circles shown in the figure. Take pi is equal to 3.14. So two circles are there. One is an outer circle and this is an inner circle, and in the figure it is drawn, ivatte width 10 cm തന്നിട്ടുണ്ട് and 10 meter it is given, and from in the center to the outer circle ഇത് നമുക്ക് 19 cm ആയിട്ട് തന്നിട്ടുണ്ട്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ദ സർക്കംഫറൻസ് ഓഫ് ദ ഇന്നർ സർക്കിൾ ആൻഡ് ഔട്ടർ സർക്കിൾ. അപ്പോൾ സർക്കംഫറൻസ് ഓഫ് ദ ഔട്ടർ സർക്കിൾ ഇസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ 2πr. 2πr ഔട്ടർ സർക്കിൾ നോക്കൂ, എന്താണ് റേഡിയസ് എന്താണ്? ഈ സെൻറ്ററിൽ നിന്ന് ഔട്ടർ സർക്കിൾ വരെ എത്തുന്നത് 19 മീറ്റർ ആണ്. സോ റേഡിയസ് ഓഫ് ദ ഔട്ടർ സർക്കിൾ ഈസ് 19 മീറ്റർ. So 2πr means 2 × 3.14 × 19. 2 × 19 is 38. 38 × 3.14 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 11,932, and by putting 2 decimal points the answer becomes 119.32 meter. സോ സർക്കംഫറൻസ് ഓഫ് ദ ഔട്ടർ സർക്കിൾ കിട്ടാൻ ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അത് നമുക്ക് ആ ഡയഗ്രത്തിലുണ്ട്. സെൻറ്ററിൽ നിന്ന് ഔട്ടർ സർക്കിൾ വരെയുള്ളതാണ് 19 മീറ്റർ. ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ ഔട്ടർ സർക്കിൾ.
So we have found out the circumference of the outer circle. Next is circumference of the inner circle. Inner circle റേഡിയസ് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു വിഡ്ത്ത് മാത്രമേ തന്നിട്ടുള്ളൂ. ഫ്രം ദാറ്റ് നമുക്ക് ഇത്രയും ഭാഗം, അപ്പോൾ ഇവിടെ തൊട്ട് ഔട്ടർ സർക്കിൾ വരെ 19ഉം in this figure റേഡിയസ് ഓഫ് ദ ഔട്ടർ സർക്കിൾ 19 ആണ്, പിന്നെ ഈ ഒരു വിഡ്ത്ത് 10 ആണ്. അപ്പോൾ മൊത്തം ഔട്ടർ സർക്കിളിൻ്റെ മൈനസ് ഈ ഒരു വിഡ്ത്ത് മൈനസ് ചെയ്താൽ നമുക്ക് ഇന്നർ സർക്കിളിൻ്റെ റേഡിയസ് കിട്ടും അല്ലേ. നോക്കി, ഇവിടെ തൊട്ട് ഇവിടം വരെ 19 ആൻഡ് ദിസ് ഇസ് 10 മീറ്റർ. സോ ഇത് കിട്ടണമെങ്കിൽ 19 minus 10 that is 9 meter is the radius of the inner circle. So after that we can find the circumference of the inner circle, that is 2 pi r, 2 into 3.14 into 9. 2 into 9 is 18. 18 into 3.14 is point land into ചെയ്യാം, that is 5652. and the answer is 2 decimal point ഇട്ട് കഴിഞ്ഞാൽ ഇന്നർ സർക്കിളിൻ്റെ സർക്കംഫറൻസ് നമുക്ക് കിട്ടുന്നത് 56.52 മീറ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സർക്കംഫറൻസ് കാണാം, ഇന്നർ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സർക്കംഫറൻസ് കാണാം. സോ റൈറ്റ് ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്. Last question in this exercise, that is 16th question. How many times a wheel of radius 28 cm must rotate to go 352 meter? Take pi is equal to 22/7. So radius of a wheel is given. ഒരു wheel, that is ഒരു ചക്രത്തിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 28 cm. And we have to find how many times a wheel moves to go a distance of 352 meter. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൈക്കിളൊക്കെ നിങ്ങളതറിയാമല്ലോ. ഇപ്പോൾ സൈക്കിളിൻ്റെ ടയർ ഇങ്ങനെയാണെങ്കിൽ ഈ സർക്കിള് ഫുള്ളായിട്ട് ഒരു റൗണ്ട് ചുറ്റിയാലല്ലേ കുറച്ച് ദൂരം പിന്നിടുള്ളൂ. അങ്ങനെ എത്ര തവണ ഈ വീല് ചുറ്റിയിട്ടാണ് 352 മീറ്റർ ദൂരം എത്തിയത്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈംസ് എ വീൽ ഗോസ്, വട്ടം ചുറ്റി, to go a distance of 352 meter. അപ്പോൾ വീലിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ വീല് ഒരു തവണ കറങ്ങുമ്പോഴാണ് ഒരു സർക്കംഫറൻസ് ആവണത്. അങ്ങനെ എത്ര തവണ കറങ്ങിയിട്ടാണ് 352 മീറ്റർ പോയിട്ടുള്ളത്? അപ്പോൾ ഒന്ന് നന്നായിട്ട് ചിന്തിക്കുക. കുറച്ച് ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് തിങ്ക്. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ സൈക്കിൾ പോണത് നോക്കിയാൽ മതി. സൈക്കിൾ ഇങ്ങനെ വട്ടം ചുറ്റിയിട്ടാണ് സൈക്കിൾ മുന്നോട്ട് പോണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വട്ടം ചുറ്റുമ്പോൾ കുറച്ച് ദൂരം പോവും, അടുത്ത വട്ടം ചുറ്റുമ്പോൾ കുറച്ച് ദൂരം പോവും. അങ്ങനെ എത്ര വട്ടം ആ വീല് കറങ്ങിയിട്ടാണ് ഇത്രയും ദൂരം പോയത്? ഓക്കെ, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യും? ഹൗ ക്യാൻ വി ഫൈൻഡ് ദാറ്റ്? നമ്പർ ഓഫ് ടൈംസ് എ വീൽ മൂവ്സ് ടു കവർ ദ ഡിസ്റ്റൻസ്. ആദ്യം ഡിസ്റ്റൻസ് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് ആക്കി, കാരണം റേഡിയസ് ഇസ് ഗിവൺ ഇൻ 28 സെൻറ്റിമീറ്റർ. സോ വി ആർ കൺവേർട്ടിങ് 352 മീറ്റർ ഇൻറ്റു centimeter by multiplying it with 100. അപ്പോൾ 352 into 100 ചെയ്തപ്പോൾ 35,200 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇനി സെയിം യൂണിറ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്പർ ഓഫ് ടൈംസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബൈ ഡിവൈഡിങ് ഡിസ്റ്റൻസ് ആൻഡ് സർക്കംഫറൻസ്. അപ്പോൾ എത്ര ദൂരം പിന്നിട്ടു ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ദാറ്റ് വീൽ, അതാണ് നമ്പർ ഓഫ് ടൈംസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം ഈ ഫോർമുല. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടൈംസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ്. ഓക്കെ, സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ വീലിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ട്, നമുക്കപ്പോൾ സർക്കംഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ്, ദാറ്റ് ഗീവ്സ് ദ നമ്പർ ഓഫ് ടൈംസ് വീൽ റൊട്ടേറ്റ്സ്. അപ്പോൾ അത്രയും ദൂരം പോകാനായിട്ട് ആ വീല് എത്ര തവണ ചുറ്റി? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. So 35,200 is the distance, 2 pi r is the circumference. Pi നമ്മൾ 22/7 എടുത്തു. Radius is given as 28. അപ്പോൾ എന്ത് ചെയ്തു? ഈ by7 ഓട്ടോമാറ്റിക്കലി അത് ഏറ്റവും മുകളിലേക്ക് പോകും. അപ്പോൾ എന്താവും ഇക്വേഷൻ? 35,200 into 7 divided by 2 into 28 into 22. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? 7ഉം 28ഉം ഒരു ടേബിളിൽ പോവും, 7ൽ പോവും. 7 ഇറ്റ്സ് 1 ടൈം ആൻഡ് 28 ഇസ് 4 ടൈം. അപ്പോൾ എന്താവും ഇക്വേഷൻ? 35,200 ഡിവൈഡഡ് ബൈ 2 into 4 into 22 ആവും. ഓക്കെ, ആൻഡ് ദെൻ
ഈ 35,200 2-ൽ പോവും, ദാറ്റ് ഈസ് 17,600. Now the equation becomes 17,600 divided by 4 into 28. ഇവിടെ ഇനിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഞാൻ അങ്ങനെ ചെയ്തില്ല. 4 into 22-നെ 88 ആക്കിയിട്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്തു. സോ 88 into 2 ആണ് 176. അപ്പോൾ 2 ബാക്കി 2 0 മുകളിലിട്ട് കഴിഞ്ഞാൽ ദ ആൻസർ ഇസ് 200. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണ്ട എന്നുള്ളവരാണെങ്കിൽ നേരിട്ട് ഡിവൈഡ് ചെയ്താലും മതി, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യണത്. സോ ഹൗ മെനി ടൈംസ് ദാറ്റ് വീൽ റൊട്ടേറ്റ്സ്, ദാറ്റ് ഈസ് 200 ടൈംസ്. ആ വീൽ 200 ടൈംസ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇത്രയും ദൂരം കണ്ടുപിടിക്കുക. അപ്പം ഇങ്ങനെ എങ്ങനത്തെ ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ആയാലും നമ്പർ ഓഫ് ടൈംസ് വീൽ കവേഴ്സ് കിട്ടണമെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഐ ഹോപ്പ് all of you understand the concept. So please watch this video again and again, write the notes and complete the notes, study the formulas. Okay, so thank you.